നമസ്കാരം, എല്ലാവർക്കും എക്സ്പോ സാൾട്ട് എനർജിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു കസ്റ്റമർ ഒരു ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എത്ര കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് സ്ഥാപിക്കണം? അപ്പോൾ അവർക്ക് അതിനെ പറ്റിയിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പലരും 3-ന്റെ വെക്കണോ, 5-ന്റെ വെക്കണോ, 8-ന്റെ വെക്കണോ, 10-ന്റെ വെക്കണോ, അങ്ങനെ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എത്രന്റെ പ്ലാന്റ് വെക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ ഒരു 1000 രൂപ ബില്ല് വരുന്ന, 1000 രൂപ താഴെ വരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഒരു ഓൺ ഗ്രിഡ് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം വെക്കാം. ഒരു അൺഇൻട്രപ്റ്റഡ് പവർ സപ്ലൈ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വീട്ടിൽ പവർ കട്ടുള്ള സമയത്ത് നമുക്കൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം വെച്ചിട്ട് നമുക്കൊരു 24 മണിക്കൂർ നമ്മുടെ ലൈറ്റും ഫാനൊക്കെ പ്രവർത്തിക്കണം. അത്രേ ഉള്ളൂ. ചെറിയൊരു വീടിനെ പറ്റിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 500 രൂപ 1000 രൂപ ബില്ല് വരുന്നവർക്ക്. പക്ഷെ ഒരു 3000 രൂപയിൽ അധികം ബില്ല്, 3000 മുതൽ 5000 വരെ ഉള്ള ഒരു ബില്ല് വരുന്ന ആൾക്കാണെങ്കിൽ, കസ്റ്റമറിനാണെങ്കിൽ, നമുക്ക് അത് ഇലക്ട്രിസിറ്റി ബില്ല് 0 ആക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 3 കിലോ വാട്ടിന്റെ സിസ്റ്റം വെച്ചാൽ മതിയാവും. ഇനിയിപ്പോൾ 5000 മുകളിൽ വരുന്ന, 5000 മുതൽ 8000 രൂപ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് വരുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നമുക്കൊരു 8 കിലോ വാട്ടിന്റെ വെച്ചാലും നന്നായിരിക്കും. ഇനി അതിനനുസരിച്ചിട്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ യൂണിറ്റുകൾ, എത്ര യൂണിറ്റ് എനർജി അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ചിരിക്കും. ഇനിയിപ്പോൾ നമുക്കൊരു സോളാറിൽ ഒരു 3 കിലോ വാട്ടിന് സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ കേസിൽ 1 കിലോ വാട്ടിന് 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്, 4 യൂണിറ്റ് വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ടോപ്കോൺ പാനലൊക്കെ വന്നിട്ടുണ്ട്. അത് 5 യൂണിറ്റും 6 യൂണിറ്റും വരെ നമുക്ക് കിട്ടിയ റെക്കോർഡ്സ് ഉണ്ട്. ഒരു 10 കിലോ വാട്ട് ഇൻസ്റ്റലേഷൻ നടത്തിയ സ്ഥലത്ത് നമുക്കൊരു 60 യൂണിറ്റ് വരെ കിട്ടിയിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് എനർജി നമ്മൾ ഉപയോഗിക്കുന്നു അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ എത്രേൻ്റെ കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ സിസ്റ്റം വെക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇനി നമുക്ക് എക്സസ് വരുന്ന ഇലക്ട്രിസിറ്റി KCBക്ക് കൊടുത്ത് കാശ് മേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് അതിലും നമുക്ക് പ്രയോജനപ്പെടുന്നത് നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള സൗകര്യങ്ങളിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ തന്നെ നമുക്കൊരു 500 യൂണിറ്റ് 1000 യൂണിറ്റ് നമുക്ക് എക്സസ് വന്നു ഒരു വർഷത്തിൽ. ആ യൂണിറ്റിന് KCBക്ക് കൊടുക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കാനുള്ള ഒത്തിരി സംവിധാനങ്ങൾ ഉണ്ട്. പക്ഷെ നമുക്ക് അത് പലരും അതിനെപ്പറ്റി ബോധവാന്മാരല്ല. ഇപ്പൊ എൻ്റെ അനുഭവം, ഞാൻ എൻ്റെ വീട്ടിൽ ഒരു 5 കിലോ വാട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ഒന്ന് മെയിനായിട്ട് ഗ്യാസ് നമുക്ക് വീട്ടിൽ ഞാനൊരു 7 മാസം കൂടുമ്പോഴാണ് ഒരു ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നത്. 7 മാസം വരെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ 6 മാസം കൂടുമ്പോൾ 6 മാസത്തിൽ ഒരിക്കൽ ഒരു സിലിണ്ടർ എടുത്തില്ലെങ്കിൽ അവർ കണക്ഷൻ കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഒന്ന് ലിബറലൈസ് ആയത്രേ ഉള്ളൂ. എന്നാലും നമുക്ക് 6 മാസത്തിൽ ഒരിക്കൽ ഒരു സിലിണ്ടർ മതിയാവും. നമുക്ക് 1-2 ഇൻഡക്ഷൻ ഹീറ്റർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പർപ്പസ് സോൾവ് ആവും. നമുക്ക് എക്സസ് വരുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് ഇൻഡക്ഷൻ കുക്കറിന് വേണ്ടിയിട്ട് 2 പിന്നെ ഒരു വേണമെങ്കിൽ മൈക്രോ ഓവനും വാങ്ങിച്ചു വയ്ക്കാം. ഈ 3 ഒരു 2 ഇൻഡക്ഷൻ ഹീറ്ററും ഒരു മൈക്രോ ഓവനും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും, നമ്മൾ ഈ ഗ്യാസ് നമുക്ക് പവർ സപ്ലൈ ഇല്ലാത്ത സമയത്ത് മാത്രം ഓൺ ചെയ്യാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇല്ലാത്ത നമുക്കൊരു മൺചട്ടി വെച്ചിട്ടുള്ള എന്തെങ്കിലും മീൻകറിയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ മാത്രം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എല്ലാ സമയത്തും നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യേ വേണ്ട. അതൊന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ വീട്ടിൽ നമുക്ക് കുറച്ച് ജാതി മരങ്ങളൊക്കെ ഉണ്ട്. മഴക്കാലത്താണ് ജാതിക്ക് ഉണ്ടാവുന്നത്. അത് ഉണക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു ഡ്രയർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഡ്രയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കറണ്ട് കൺസപ്ഷൻ എന്ന് പറയുന്നത് 580 വാട്ടാണ്. അത്രേ ഉള്ളൂ. നമുക്ക് ഒരു ഡ്രയർ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും, ജാതിക്ക് ഞാൻ ഉണക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ജാതിക്കെന്ന് പറഞ്ഞു, നമുക്ക് തേങ്ങ വരെ ഉണക്കി നമുക്ക് ആട്ടിയെടുക്കാം, എല്ലാം അടയ്ക്ക ഉണക്കിയെടുക്കാം. പല സാധനങ്ങൾ, വീട്ടിലുള്ള കാർഷിക വിളകൾ, ഇപ്പൊ ഒത്തിരി കർഷകരുള്ള സ്ഥലമാണ് കേരളം. നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന കാർഷിക വിളകൾ എല്ലാം എന്ത് സാധനമായാലും അതിനകത്ത് ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് മെയിനായിട്ട് എക്സസ് വരുന്ന ഇലക്ട്രിസിറ്റി നമുക്ക്, നേരത്തെ ഞാൻ പറഞ്ഞു ഗ്യാസ് എന്ന് പറഞ്ഞു, ഇപ്പൊ രണ്ടാമത്തെ ഒരു ഡിവൈസാണ് നമുക്ക് ഡ്രയർ. ഇനി മൂന്നാമതായിട്ടും മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ അടിക്കുകയേ വേണ്ട, നമുക്ക് ചാർജ് ചെയ്യുക, സാധനം ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് എക്സസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി,
ഇനിയിപ്പോ കൂടുതൽ നമുക്ക് ഉൽപാദനമാണെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക് കാറ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് വെറുതെ പെട്രോൾ അടിച്ച് പൈസ കളയേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഈ KSEBിയിലേക്ക് കൊടുത്ത് ഈ 3 രൂപ 15 പൈസ വാങ്ങുന്നതിന് പകരം നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന എനർജി, എക്സസ് ആയിട്ട് വരുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് ഗ്രിഡിലേക്ക് കൊടുക്കാതെ, നമുക്ക് KSEBിയുടെ ക്രെഡിറ്റിൽ നമുക്ക് വരുത്താതെ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള പല ഫെസിലിറ്റീസും. അപ്പൊ ഞാനിത് പറയുമ്പോഴായിരിക്കും പലരും, എടാ നമുക്ക് ഗ്യാസ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ശരിയാണല്ലോ ഒരു ഡ്രയർ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് ജാതിക്കൊക്കെ ഉണക്കിയെടുക്കാലോ. ഇപ്പൊ ഞാൻ തന്നെ അടുത്തുള്ള ഒരു ചേട്ടന് ഡ്രയർ ഞാൻ ബുക്ക് ചെയ്തിരിക്കുകയാണ്, വേറൊരാൾക്ക് വാങ്ങിച്ചു കൊടുത്തു, അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവുമ്പോഴാണ് ഇനിയിപ്പോ ചിന്തിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് എനർജി സർപ്ലസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു വർഷം കൊണ്ട് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബില്ല് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല അതായിരിക്കും. അങ്ങനെ നമുക്ക് ഒത്തിരി പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ പറ്റിയിട്ട് ആൾക്കാർ അധികം ബോധവാന്മാരല്ല. അതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്.